ഓഡിറ്റർ കൃഷ്ണകുമാർ, തൃശ്ശൂരിലെ കൃഷ്ണകുമാറാണ്. ഈ അടുത്ത കാലമാണ് കൃഷ്ണകുമാറും മരിച്ചത്. കൃഷ്ണകുമാർ ശ്രീനിവാസൻ്റെ ഒരു വലിയ ആരാധകൻ കൂടിയായിരുന്നു, ഓഡിറ്ററാണെങ്കിലും. അപ്പോൾ അദ്ദേഹം ഈ കൃഷ്ണകുമാറിൻ്റെ ശ്രീനിവാസൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്ന അയാൾ ഈ ഒരു ഷോട്ട് പോലും ഇടാതെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഇംഗ്ലണ്ട് ഐസ് പുരാണങ്ങളും ഇവരുടെ ചില തമാശകളും ഒക്കെ തന്നെ പറയാറുണ്ട്. അറിയാതെ ഞാൻ കൃഷ്ണകുമാറിനെയും ഓർമ്മിച്ചു പോയി. എന്തായാലും മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒരു നടൻ്റെ വിയോഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യം മൃതദേഹം കൊച്ചിയിലെ ഉദയംപേരൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കൊച്ചിയിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് അടുത്തുള്ള സ്ഥലമാണ് ഉദയംപേരൂർ. അവിടെ കൃഷിയൊക്കെ സ്വന്തമായി ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ട് മാറിയത്. മാത്രമല്ല, പ്രകൃതി സ്നേഹിയായ അദ്ദേഹം പ്രകൃതി ചികിത്സയിൽ കൂടി ആകൃഷ്ടനായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളോടൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ പോരാട്ടം നടത്തിയിരുന്നു. ഈ വലിയ ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ആശുപത്രികളിലൊക്കെ പ്രവേശിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ആത്മസംഘർഷം അനുഭവിച്ചിരുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകളാണ് അവിടെ കുത്തിവയ്ക്കുക, ഇതിനെയാണ് ഞാൻ ഇത്രയും കാലം എതിർത്തിരുന്നത് എന്നുള്ള വിഷമങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ മരണം കൺമുന്നിൽ വന്നു പോകുമെന്ന ഭയം തളർത്തുമ്പോഴൊക്കെ അദ്ദേഹം ഇംഗ്ലീഷ് മരുന്നുകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നത് മറ്റൊരു ചരിത്ര കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉദയംപേരൂരുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ കൊച്ചിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ഉണ്ടാകും. മലയാള ചലച്ചിത്ര പ്രവർത്തകർക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ടൗൺ ഹാളിലെ പൊതുദർശനം ഉപയോഗിക്കാൻ കഴിയും. നടൻ മുകേഷ് പറയുന്ന പോലെ ഒരു 48 കൊല്ലക്കാലം സിനിമയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹവുമായി സൗഹൃദമുള്ളവർക്കൊക്കെ തന്നെ 4 പതിറ്റാണ്ടിലധികം നീണ്ടുപോകുന്ന ചരിത്രം പറയാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.